അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മൾ ആശീർവാദ പ്രാർത്ഥനയ്ക്ക് കിടക്കുന്ന മുമ്പായിട്ട് എല്ലാവരും അവനുമായി കുഞ്ഞുങ്ങളെയൊക്കെ പരീക്ഷയ്ക്കുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഉണർന്നിട്ടുണ്ടെങ്കിൽ അവരോട് വന്ന് ചേർന്ന് നിൽക്കാൻ പറയണം. അല്ലെങ്കിൽ അവരുടെ മൊബൈലെടുത്ത് അവർ അതിൻ്റെ അകത്ത് പങ്കെടുക്കാൻ വേണ്ടി പറയണം. ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അമ്മമാർ തന്നെ അടുത്ത് വിളിച്ച് അവരെ അവിടെ ശിരസ് കൈവച്ചുകൊണ്ടിരിക്കണം. കുഞ്ഞുങ്ങളെ പരീക്ഷ ടൈമിൽ അവരെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ചിട്ടാണ് മറ്റു പ്രാർത്ഥനകൾ ചെയ്യുന്നത്. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കൃപാസ്ഥാനത്തിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ ഇന്നിവിടെ ആരെല്ലാം പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുവോ അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ കരുണ ചൊരിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ബുദ്ധി കുറഞ്ഞ മക്കളുണ്ട്, കർത്താവ് ഓട്ടിസമുള്ള മക്കളുണ്ട്, കർത്താവ് ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള മക്കളുണ്ട്. ഈശോയെ, ആ കുഞ്ഞുങ്ങളെല്ലാവരും ഗർഭത്തിൽ തന്നെ കർത്താവ് ആന്തരികമായ അപകടങ്ങൾ ഹൃദയത്തിന് ഹോളാണെന്നൊക്കെ പറഞ്ഞിട്ട് ടെർമിനേറ്റ് ചെയ്യാൻ പറഞ്ഞ കുഞ്ഞുങ്ങളുണ്ട്. ഈശോയെ, എല്ലാം അതിൻ്റെ അവിടെ അമ്മമാരുടെ വേദനകളുണ്ട്. ഈശോയെ, അതെല്ലാം കുഞ്ഞുങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വിഷയങ്ങളെയും അങ്ങനെ തിരുസേനയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിച്ചിട്ട് ഉറക്കം നിന്ന് കർത്താവ് റിലേ പോയ കുഞ്ഞുങ്ങളുണ്ട്. ഈശോയെ, അത് ക്വസ്റ്റ്യൻ പേപ്പർ കേൾക്കുമ്പോൾ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, ഒന്നും ഓർമ്മയിലില്ലെന്ന് ഞാൻ അന്താളിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഈശോയെ, അവരെല്ലാം സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി നീ ആസ്വദിക്കപ്പെടട്ടെ. കർത്താവ്, ഇന്ന് ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബനാഥകൾ മറ്റുള്ളവരെ അവരെ എല്ലാം കർത്താവ് നീ ആശീർവദിക്കണമേ. അവിടെ യാത്രകളെ ആശീർവദിക്കണമേ. അവിടെ സംരംഭങ്ങളെ ആശീർവദിക്കണമേ. അവിടെ ഉദ്യമങ്ങളെ നീ ആശീർവദിക്കണമേ. അവർ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ഹോംവർക്കുകൾ നീ ആശീർവദിക്കണമേ. കർത്താവ്, എന്തെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യർ ഇന്ന് ആദിക്കൊള്ളുന്നത്, അവിടെ യാത്രയുടെ തടസ്സങ്ങൾ, യാത്രയുടെ എന്നേക്കുള്ള തടസ്സം വന്നു പോയിട്ടുള്ള സഹോദരങ്ങൾ, അവിടെ ജോലി സാധ്യത മങ്ങിപ്പോയിട്ടുള്ളവരെ, കർത്താവ് ഭവന നിർമ്മാണത്തിലിരിക്കുന്നവർ, ഭവനം നിർമ്മിക്കാൻ വേണ്ടി ഒരു സ്ഥലം പോലും ഇല്ലാത്ത, ഒരു 4 സെൻറ്റ് സ്ഥലം പോലും ഇല്ലാത്തവരെ, കർത്താവെ, അങ്ങനെയുള്ള എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഓരോരോ സ്ഥലത്ത് അപേക്ഷയും ഒക്കെ വച്ചിട്ട് ലോണിനായാലും
വീടിനായാലും പലതുള്ള അപേക്ഷകൾ, അതിന് പ്രോജക്റ്റിൻ്റെ അപേക്ഷകൾ, അതുപോലെ തന്നെ സ്കോളർഷിപ്പിൻ്റെ അപേക്ഷകൾ, ഇങ്ങനെയെല്ലാം റിജക്റ്റായി പോകുന്നവർ, പിന്നെ അത് കാത്തിരിക്കുന്നവർക്ക് സുബോധർക്കുമായ വാർത്തകൾ കിട്ടിക്കൊണ്ട് കർത്താവേ, അവരുടെ പരാതി പോരായ്മകൾ നീ തന്നെ പരിഹരിച്ചുകൊണ്ട് കർത്താവേ, അവർക്ക് നിന്നിൽ ആനന്ദിച്ചുകൊണ്ട് അവരുടെ ജീവിത വിജയം കൈവരിക്കുവാൻ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളം ഞാൻ നിങ്ങളുടെ ജീവിതത്തെ ആസ്വദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിന്നേ അതായത് മർക്കോസിൻ്റെ സുവിശേഷത്തിലെ മർക്കോസ് 8:23, 8:26 ഒരുമിച്ച് പരിശോധിക്കുക. എൻ്റെ വിഷയം ഇതാണ്: കർത്താവ് ഒരു അന്ധനെ സുഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കർത്താവ് അവനെ സുഖപ്പെടുത്തുമ്പോൾ കുറച്ച് പേര് കൂടി ഈ ബെത്സയിദയിൽ വെച്ചേ, ബെത്സയിദ എന്ന് പറയുന്ന ഒരു സമുദ്രതീര പട്ടണമാണ്. അവിടെ ഈശോ എത്തിയപ്പോൾ കുറച്ച് പേര് കൂടി ഒരു അന്ധനെ കൈക്ക് പിടിച്ചുകൊണ്ട് അവൻ്റെ അടുത്ത് വരികയാണ്. പക്ഷെ അവനെ സുഖപ്പെടുത്തുന്ന മുമ്പ് കർത്താവ് കാണിച്ച 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സുഖപ്പെടുത്തുന്ന മുമ്പ് അവനെ ഗ്രാമത്തിന്റെ വെളിയിലേക്ക് കൊണ്ടുപോയി. സുഖപ്പെടുത്തി കഴിഞ്ഞ ശേഷം അവനോട് പറഞ്ഞു, നിങ്ങൾ ഈ ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്തെന്ന് പറഞ്ഞു. നമുക്ക് ആ ഭാഗം വായിച്ചു കേട്ടിട്ട് അതിനെക്കുറിച്ച് ധ്യാനിക്കാം. മർക്കോസ് 8:23. അവൻ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി. അവന്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവന്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? അതായത് അവൻ പറഞ്ഞു, ഞാൻ പറയുന്ന ഇതാണ്, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്, അവർ മരങ്ങളെപ്പോലെ ഇരിക്കുന്നു. പിന്നെ ഈശോ കൈവച്ച് പ്രാർത്ഥിക്കും. പക്ഷേ അവനപ്പോഴ് മനുഷ്യരെ തന്നെ തെളിച്ച് ഉള്ള പോലെ കാണും. അതിന് ശേഷം ഈശോ അവനോട് പറയും, വായിച്ചേ, എന്താ പറയണത്? 8:26 വായിച്ചേ. മർക്കോസ് 8:26. ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുതെന്ന് പറഞ്ഞ് യേശു അവനെ വീട്ടിലേക്ക് അയച്ചു. അപ്പൊ കർത്താവ് ഒരു വീര്യശക്തി പ്രവർത്തിക്കുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ ഗ്രാമത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോരും, അതിനെ വേർപെടുത്തും. പിന്നീട് അവന് ആ കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ആ ഗ്രാമത്തിൽ പ്രവേശിക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ അന്ത്യസ്ഥിതി ആദ്യത്തിനേക്കാൾ മോശമെന്ന് തോന്നിയിട്ടില്ല. ആ വചനം എടുത്തേ, ഹെബ്രായർ 6:4 എടുത്തേ. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും. കണ്ട, ഈ ബെത്സയിദ കുരുടന്റെ കാഴ്ച വഴി വചനത്തിൽ ഭയങ്കര ബന്ധമുള്ളത് തോന്നുന്നു. എന്താണ്? ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവാനുഗ്രഹത്തിൽ പങ്കുകാരാകുകയും ദൈവവചനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. ഇവൻ പഴയ കൂട്ടുകളിലൊക്കെ പോയി കഴിഞ്ഞാലേ ചില ദൈവത്തെ നിന്ദിക്കുന്നുണ്ട്. ചില കൂട്ടായ്മകളിലൊക്കെ എപ്പോഴും ദൈവത്തിന്, ചില വീടുകളിൽ ചില വാ പൊളിച്ച അപ്പന്മാരായാലും അമ്മമാരായാലും എപ്പോഴും അപ്പന്മാർ പ്രത്യേകിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് വിദ്യാഭ്യാസമൊക്കെ വന്ന് കിട്ടിയ തങ്ങളാരോ വലിയ ആളായി പോയി എന്ന് കണ്ടാൽ, തങ്ങൾക്കൊരു ജോലി കിട്ടി സ്വന്തം കാലിലായി കഴിയുമ്പോൾ ഉടനെ അവരുടെ സ്റ്റൈലിന് വേണ്ടി അവർ ദൈവത്തെ നിഷേധിക്കും. എന്നിട്ട് വല്ല ഫ്രീ തിങ്കേഴ്സ് എന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അവർ വേറെ സ്റ്റാറ്റസ് ഉണ്ടാക്കും. ദൈവത്തെ അംഗീകരിക്കണത് ചെറുക്ക് ചില പോരായ്മയെ തരും. അതായത് റോമ 1:20 ഇടയ്ക്കൊക്കെ പറയേണ്ടതാണ്. ചെറുക്ക് അപ്പോൾ അതുപോലെയുള്ള ചിന്താപദ്ധതികളിലൊക്കെ ചെന്ന് ചാടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ അതുകൊണ്ടാണ് ഈശോ ഇങ്ങനെയുള്ളവരുടെ ദൈവികമായ കാര്യങ്ങളിലേക്കാണ് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിനെതിരായിട്ടുള്ള ശക്തികളുമായിട്ടുള്ള ചങ്ങാത്തം അവസാനിപ്പിക്കണം. അതുകൊണ്ടാണ് ചങ്ങാത്തം അവസാനിപ്പിക്കണം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അവരെപ്പോഴും അവരുടെ തൊണ്ട ശവക്കുഴിയാണെന്ന് പറയത്തില്ല, എപ്പോഴും നെഗറ്റീവ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല, എപ്പോഴും ദൈവത്തിനെതിരെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും. റോമ 3:13 എടുത്തേ. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. അതാണ് ഗ്രാമം. മനസ്സിലായില്ലേ? ചില ആൾക്കാർ എപ്പോഴും, ചില ആൾക്കാർ സംസാരിക്കേണ്ടി എപ്പോഴും ദ്വയാർത്ഥം ഉണ്ടാവും. ഈ ഊള മനുഷ്യരൊക്കെ അങ്ങനെയാണ്, ദ്വയാർത്ഥം ഉണ്ടാവും എപ്പോഴും. എന്ത് സംസാരിച്ചാലും തെറി ഉണ്ടാവും അതിൻ്റെ അകത്ത്. കാരണം തൊണ്ട തുറന്ന ശവക്കുഴി അറിയാവില്ല, ശവക്കുഴിനെ തുറന്നു കിടന്ന എന്തും ദുർഗന്ധമായിരിക്കും. അവർ എപ്പോഴും നെഗറ്റീവ് തന്നെ, കുറ്റം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. പള്ളിയിലെ കാര്യം പറഞ്ഞ ഉടനെ കുറ്റം പറയും.
അച്ഛൻ മറക്കേറ്റിന് ഉടനെ കുറ്റം പറയും, വേറെ എന്ത് ധ്യാനകേന്ദ്രം പറഞ്ഞാൽ ഉടനെ കുറ്റം പറയും. അവിടെ തുറന്ന ശവക്കുഴിയാണ്. അപ്പം അതാണ് ഗ്രാമം എന്ന് പറയുന്നത് ഈശോ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരുടെ കൂട്ടായ്മ അവസാനിക്കും. പിന്നെ എന്താ പറയുന്നത്, അതിന്റെ മർക്കോസ് അവനെ സുഖപ്പെടുത്തി വിശ്വസിക്കുക, എന്തായാലും സുഖപ്പെടുത്തും. 8:26 എന്താ എഴുതിയിരിക്കണം, ഒന്ന് വായിച്ചേ. മർക്കോസ് 8:26 ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത്. സുഖപ്പെട്ട് അനുസരിച്ച് തിരിച്ച് അങ്ങോട്ട് പോകരുതെന്ന്. പ്രവേശം ആ കൂട്ടായ്മയിലേക്ക്, ആ കൂട്ടത്തിലെ ചില കുപ്പിക്കൂട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, വൈകിട്ട് എന്താ പരിപാടിയൊക്കെ ചോദിക്കത്തില്ലേ, എന്ത് പറഞ്ഞാലും ചത്തവന്റെ വീട്ടിൽ പരിചരിക്കാൻ കൂടിയാലും കുഴി വെട്ടണവരെ ചില ആൾക്കാർ നിന്നിട്ട് ആ ചത്തവന്റെ അപ്പം സങ്കടപ്പെട്ടിരിക്കണ അപ്പനോട് ചോദിക്കും, അപ്പം എങ്ങനെയാണെന്ന് ചോദിക്കും. അതാണ് പരിപാടി. അതാണ് ഗ്രാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ യവനെ സംബന്ധിച്ചിടത്തോളം ആര് ചത്താലും ആരെ വെട്ടിമൂടിയാലും യവന് സ്മോൾ വേണം. അതാണ് ഗ്രാമം എന്ന് പറയുന്നത് ഈശോ ഉദ്ദേശിക്കുന്നത്. അത് വില്ലേജ് എന്നുള്ള അർത്ഥമല്ല. ഇതുപോലെ ദൈവത്തെ മറന്ന് ജീവിക്കുന്ന, ദൈവത്തിനേക്കാൾ ഒന്നാം സ്ഥാനം വേറെ പല പല കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിനാണ് ആണ്. അപ്പോഴേ ഈശോ എന്താ പറയണത് അവനോട്, ഈ ഇത്തരം കൂട്ടായ്മയിൽ പ്രവേശിക്കുക പോലും 8:26 അത് ഈ നോൻപുകാരൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്തരം കൂട്ടായ്മ പ്രവേശിക്കുക പോലും ചെയ്യരുത്. ചെയ്താൽ എന്ത് സംഭവിക്കും? അത് 2:10 സംഭവിക്കും. എന്താ 2:10 വായിച്ചേ. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം, അതാണ് ഇവന് ഈ അറിവാണ് ഇവന് കിട്ടിയിരിക്കുന്നത്. ഈ അന്ധന് അറിവ് മൂലം അവർ ലോകത്തിന്റെ ഗ്രാമത്തിന്റെ മാലിന്യങ്ങൾ, ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിന് ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യും. നമ്മളായിരിക്കും തോൽപ്പിക്കപ്പെടാൻ പോണത്, കണ്ടില്ലേ? കാര്യം ദൈവത്തിനെതിരെ സംസാരിക്കുന്നവൻ എപ്പോഴും പകയുള്ളവനും ഉള്ളിൽ വിഷമുള്ളവനും ഒക്കെ ആയിരിക്കും. അവൻ ഭയങ്കര യുക്തിയും തന്ത്രങ്ങളൊക്കെ പറയും. കാര്യം എന്താ വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കയ്യിലുള്ളത്, എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത്, ദൈവം ഒരു പരീക്ഷണ വസ്തുവാ, അല്ലെങ്കിൽ നമുക്ക് പരീക്ഷിച്ച് തെളിയിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷനോ ഒരു ഫോർമുലയോ ഒന്നുമല്ല. ദൈവത്തെക്കുറിച്ച് നമുക്ക് വ്യക്തിപരമായ അനുഭവങ്ങളാണ് ഉള്ളത്. ആ വ്യക്തിപരമായ അനുഭവങ്ങൾ ചില ലക്ഷക്കണക്കിന് അനുഭവങ്ങളാണ്. അതുകൊണ്ടല്ലേ ആൾക്കാർ വിശ്വാസം നിൽക്കണത് അങ്ങനെ. അപ്പം അതുകൊണ്ട് ആ അനുഭവം അവർക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ എത്ര രാത്രിയും പകലും ആകുമ്പോൾ തർക്കിച്ചാലും കാര്യമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് എന്താണ് ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിന് ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ അവരുടെ അന്ത്യസ്ഥിതി. അപ്പൊ ഈ വീണ്ടും പഴയ കുപ്പിക്കൂട്ടങ്ങളിലേക്ക്, അതുപോലെ കുനായ്മ കൂട്ടങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അന്ത്യസ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായിരിക്കും. കൂട്ടായ്മയും കൂട്ടുകെട്ടുമൊക്കെയാണ് കേട്ടാ ഉള്ള കാര്യം. നേരത്തെ പറഞ്ഞേക്കാം, നോൻപ് കാലത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ല, നോൻപും അതും ശരി ഇതും ശരി, നോൻപും ഇതൊക്കെ ആയിട്ട് ഒരിക്കലും ഒരുമിച്ച് പോകത്തില്ല. കുറച്ചൊക്കെ നട്ടല് വേണം. വാഴപ്പിണ്ടി വെച്ചിട്ട് കാര്യമില്ല. ആധ്യാത്മികത എന്ന് പറയുന്നത് നട്ടലുള്ളവർക്കുള്ളതാണ്. ഞാൻ ഈ മിനി രാജന്റെ സാക്ഷ്യം നിങ്ങൾ പറയുമ്പോഴേ എന്തുകൊണ്ടാണ് ആ സാക്ഷ്യം പറയണത്? ഉടമ്പടി മഹത്തരമാണെന്ന് പറയാനല്ല. ഈ ആൾക്കാരൊക്കെ എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ ഇടിമിന്നൽ പോലെ ദൈവം ഇവരോട് ഇടപെടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു കാരണങ്ങളുണ്ട്. കാരണം ഇവരുടെ നിലപാടാണ് ഇതിൻ്റെ പ്രശ്നം. എൻ്റെ ടോപ്പിക് അതാണ്. ഉടമ്പടി എടുക്കുമ്പോൾ ഒരു കോമൺ നിലപാടുണ്ട്. ബിനിരാജൻ പറഞ്ഞ അവസാനിപ്പിക്കാൻ എങ്ങനെയാണെന്ന് അറിയാമോ? അതായത് ഞാനിങ്ങനെ ഒരു കാര്യം കാണാൻ വേണ്ടി വന്ന് ഉടമ്പടി എടുക്കുകയല്ല ചെയ്യണത്. ഞാൻ ഈ ഉടമ്പടി അങ്ങോട്ട് ജീവിക്കുകയാണ്. എൻ്റെ മരണം വരെ എനിക്ക് വേണ്ടത് നിത്യതയാണെന്ന്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഇതാണ് വിഷയം. അതായത് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മളുടെ ഒരു കാര്യം കണ്ടു കഴിയുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. എല്ലാ ആൾക്കാരും അങ്ങനെയാണ്. 15% ആൾക്കാരും 80% ആൾക്കാരും ആ കാര്യം കണ്ടു കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും. ഞങ്ങൾക്കും അതിനോട് അതെന്താ പ്രശ്നം? ഉടമ്പടി എടുത്ത അമ്മ 90 ദിവസം എന്നാണ് പറഞ്ഞത്. പിന്നെ ആൾക്കാർ ആ പ്രത്യേക അഭിഷേകം കൊടുത്ത കിട്ടിയ ആൾക്കാരാണ് പ്രത്യേകത അത് പുതുക്കിയിട്ട് അത് ഒരു ജീവിത രീതിയായിട്ട് കൊണ്ടുപോകുന്നത്. പിന്നീട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ദൈവം തന്നെയാണ് ഞങ്ങളുടെ ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് ഉടമ്പടി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരാണ് ഇപ്പോൾ ഈ ചാര ഉടമ്പടിയൊക്കെ ആയത്. അമ്മയുടെ സിൽവർ ഗ്രേ ഉടമ്പടി ഉണ്ടല്ലോ, സിൽവർ ഗ്രേ ഉടമ്പടിയൊക്കെ എന്ത് കാണാൻ രസമാണെന്ന് അറിയാതെ കാണാം. ആ പേപ്പർ തന്നെ അമ്മ അനുഗ്രഹിച്ച് വിട്ടിരിക്കുകയാണ് സിൽവർ ഗ്രേ. അതായത് അവരെ സംബന്ധിച്ച് അവിടെ ആവശ്യങ്ങളൊന്നുമില്ല. അവരുടെ ആവശ്യങ്ങൾ ദൈവം തന്നെയാണ്. ദൈവത്തെക്കാൾ വലിയ ആവശ്യം എന്താ മനുഷ്യനെ? അതുകൊണ്ടാണ് ഈ മിനി രാജ ഇങ്ങനെ പറയണത്, ഞാനിതുകൊണ്ട് അവസാനിപ്പിക്കത്തില്ല, എനിക്ക് വേണ്ട നിത്യതയാണെന്ന്, ഞാൻ ഉടമ്പടി അങ്ങനെ ജീവിതം തുടരുകയാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം. അതൊരു നിലപാടാണത്. അപ്പം ദൈവത്തിന് അറിയാം
ദൈവത്തിന് അറിയാം, നിങ്ങൾ ദൈവം ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങളറിയാം ഇത് തൽക്കാലത്തേക്ക് ഈ IELTS കൊണ്ട് അവസാനിപ്പിക്കുമോ, കല്യാണം കെട്ടണം കൊണ്ട് അവസാനിപ്പിക്കുമോ, കുഞ്ഞുണ്ടാകും കൊണ്ട് അവസാനിപ്പിക്കുമോ, വസ്തു വിൽക്കണം കൊണ്ട് അവസാനിപ്പിക്കുമോ, വിദേശത്ത് പോകണം കൊണ്ട് അവസാനിപ്പിക്കുമോ എന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. നിങ്ങൾ അത് ഇതിൻ്റെ ലൂപ്പ് ഹോളാണത്. നിങ്ങൾ നേരത്തെ ദൈവമായിട്ട് ഒരു ധാരണ എത്തിച്ചേരും. മാതാവേ, ഞങ്ങളെ ഇപ്പം എനിക്ക് വിഷയമുണ്ട്, ശരി, നീ എന്നെ സഹായിക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ ജീവിക്കണത് ഇത് അന്ത്യം വരെ ദൈവത്തിൻ്റെ മകളായി ദൈവത്തിൻ്റെ മകനായി ജീവിക്കും. പറയുക, കർത്താവേ, ഞാൻ ഉടമ്പടി പ്രകാരം സാക്ഷിയായി വിശുദ്ധിയോടെ അന്ത്യം വരെ സാക്ഷിയായി ജീവിച്ചു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ഉടമ്പടി എങ്ങനെയാണ് നിങ്ങൾ അതിൻ്റെ നിലപാട്, നയം, സമീപനം അതൊക്കെ അർത്ഥവത്തായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുകൊണ്ട് ഒത്തിരിയേറെ നമ്മളതിൻ്റെ നിലനിൽക്കും. ഇപ്പം മിനി രാജ്യം പറഞ്ഞ എന്താണ്, എനിക്ക് നിത്യതയാണ് വേണ്ടതെന്ന് പറയും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നില്ല. കാരണം അത് പരിശുദ്ധാത്മാവ് അവരോട് പറയണതാണ്. നീ എൻ്റെ നിൽക്കുക, നിനക്ക് ഞാൻ നിത്യത തരും. അല്ലെങ്കിൽ അവർക്ക് പറയാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് ഇവിടെ സിൻസിയറിറ്റി കണ്ടിട്ട്, സത്യസന്ധത കണ്ടിട്ട്, വസ്തുവിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല, വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല, ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവിടെ കരുക്കൾ നീക്കണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് കൊടുത്ത നോട്ടാണത്. എന്താണ്, നിനക്ക് ഞാൻ നിത്യത അവകാശമാക്കി തരും, നീ നിലനിൽക്കാൻ പറയും, നീ നിൽക്കാൻ പറയും. കാര്യം ഒരു വിഷയം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നിനക്കറിയാമല്ലോ, ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു പ്രശ്നത്തിൻ്റെ മണം കേട്ടാൽ മതി, ദൈവം അവിടുന്ന് പോകത്തില്ല. ഒരു രോഗത്തിൻ്റെ അതായത് വിഷയത്തിൽ, അതായത് നമ്മളുടെ ഒരു കേമത്വമോ പ്രാർത്ഥനയോ ഒന്നും ഇല്ലെങ്കിൽ പോലും ദൈവത്തിൻ്റെ സ്വാഭാവികമായ സ്വത്വമെന്ന് പറയണത് പ്രശ്നങ്ങളോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്നതാണ്. അതിൻ്റെ കാര്യം ദൈവത്തിൻ്റെ ഹൃദയം അലിഞ്ഞു പോകും. നമ്മുടെ ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഹൃദയം അലിയും, മനസ്സലിഞ്ഞു പോകും. പണ്ട് അതായത് മനസ്സലിവ് ഈ ക്രിസ്തുവിൻ്റെ അവതാരത്തിന് ശേഷമാണ് ദൈവത്തിൻ്റെ മനസ്സലിവ് ഇത്രയും പ്രകടമായിരിക്കുന്നത്. പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ വെളിപാടുകളെല്ലാം അന്ന് തിന്മകൾ പെരുകിയത് കാരണം, മനുഷ്യരാശിക്ക് ദിശാബോധമില്ലാഞ്ഞത് കാരണം, ദിശാബോധം കൊടുക്കാൻ വേണ്ടി കൽപ്പനകളും കൽപ്പന അനുസരിച്ച് നടക്കാത്തവർക്ക് ശാസ്ത്രീയ ശിക്ഷയുമായിട്ട് ദൈവത്തിൻ്റെ റാത്ത് ഓഫ് ഗോഡാണ് ഉണ്ടായിരുന്നത്. ഈ റാത്ത് ഓഫ് ഗോഡ് ഒരു പവറാണ്. ഈ പവർ തന്നെയാണ് പുതിയ നിയമത്തെ കൺവേർട്ട് ചെയ്തിട്ട് ഹൃദയാലിവായിട്ടും കരുണയായിട്ടും മാറിയിരിക്കുന്നത്. അപ്പൊ കരുണയും ദൈവത്തിൻ്റെ ഒരു പവറാണ്. ശ്രദ്ധിക്കട്ടെ, നിബന്ധനകള് വിശ്വസ്താപൂർവ്വം പാലിക്കുന്നതിലൂടെ ഞങ്ങളുടെ മേൽ കരുണ തോന്നുക. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് സ്വാഭാവികമായ സങ്കടങ്ങളോട് റിസപ്റ്റിവിറ്റിയുള്ള സ്വഭാവമാണ്. അതുകൊണ്ടാണ് ആര് പ്രാർത്ഥിച്ചാലും എന്ത് വിഷയമായാലും ദൈവം എന്ന് വിളിക്കുമ്പോൾ ഏത് മൈതാനത്ത് നിന്ന് വിളിച്ചാലും ദൈവം കേൾക്കണതിൻ്റെ കാരണം അതാണ്. പക്ഷെ നമുക്കങ്ങനെ മൈതാന ബന്ധമല്ല വേണ്ടത്. അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം മൈതാന ബന്ധമാണോ? അല്ല, അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പനും മക്കളും തമ്മിലുള്ള ഗാർഹിക ബന്ധവും രക്തബന്ധവുമാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഒരു പൊതുബന്ധത്തെക്കാൾ ഉപരി സ്വകാര്യമായ ഗാർഹികമായ രക്തബന്ധത്തിലേക്ക് ആധ്യാത്മിക ജീവിതത്തെ പുനഃക്രമീകരണം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ, 7:12 വായിക്കാം. ലൂക്ക 7:12. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൂക്ക 7:12. അവൻ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ അവൻ നഗര കവാടത്തിന് അടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടു. ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ. പട്ടണത്തിൽ നിന്ന് വലിയൊരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. അപ്പോൾ മരിച്ചവനെ ഉയർപ്പിക്കുന്ന കർത്താവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവമാണിത്. നിങ്ങൾക്കറിയാമല്ലോ, ഇതിന് ആരും പ്രേയർ എടുത്തില്ല.
പ്രേരിച്ചോ? ആ വിധവ കരഞ്ഞു പറഞ്ഞോ കർത്താവേ എൻ്റെ മകനെ ഉയർപ്പിക്കണമെന്ന് പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. ദൈവത്തിൻ്റെ സ്വാഭാവികമായ ഒരു ഇത് മനുഷ്യൻ്റെ പ്രശ്നങ്ങളോടും കണ്ണുനീരിനോടും നേരിട്ട് ആരും പറയാതെയും ചോദിക്കാതെയും പ്രാർത്ഥിക്കാതെയും തന്നെ ഇൻട്രാക്ട് ചെയ്യുന്ന സ്വഭാവമാണുള്ളത്. സ്വാഭാവികമായി അതിനോട് പ്രതികരിക്കുന്ന സ്വഭാവമാണ് ദൈവത്തിനുള്ളത്. ഇതാണ് മനസ്സരിവെന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ അത് നമ്മൾ മനസ്സിലാക്കുക. അതേ പക്ഷേ ഇത് അതുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ എവിടെ ഇരുന്ന് പറഞ്ഞാലും ദൈവം കേൾക്കും, ഒരു പ്രശ്നവും ഇല്ല അതിനകത്ത്. പിന്നെ നമ്മൾ എന്താണ് ഉടമ്പടി എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മൈതാന ബന്ധം പോരാതെ വരുമ്പോഴാണ് മനസ്സിലായത്. നമുക്കെന്താ വേണ്ടത്? ഒരു വ്യക്തിബന്ധമാണ് വേണ്ടത് ദൈവമായിട്ട്. കാര്യം എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിത്യതയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും ഒരു വസ്തുവിന വിഷയത്തിന് ദൈവം ഇടപെട്ടിട്ട് ഒരു ഭൗതിക ആനുകൂല്യം കിട്ടിയിട്ട് ജീവിച്ചു പോണ താൽക്കാലിക ബന്ധമല്ല. നമുക്ക് വേണ്ട എന്താണ്? നിത്യതയുടെ ബന്ധമാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്വകാര്യ ബന്ധം ഉണ്ടാകണമെന്ന് പറയുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ സ്വകാര്യ ബന്ധത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അവിടെയാണ് നമ്മുടെ സൽപ്രവൃത്തി ശുശ്രൂഷയൊക്കെ വരണത്. നമ്മൾ എന്തുമാത്രം സൽപ്രവൃത്തിയാണ് ഉള്ളത്. മൈതാനത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നത് മുടക്കൊന്നുമില്ലല്ലോ. അപ്പോൾ ദൈവമായിട്ട് നമുക്ക് സ്വകാര്യ ബന്ധം ഉണ്ടാകുന്നില്ല. നമുക്ക് ക്ലെയിമുമില്ല. എന്നാ ക്ലെയിം നമുക്കുണ്ട്? ഉടമ്പടിയിലാകുമ്പോൾ നമുക്ക് ക്ലെയിമുണ്ട്. നമുക്കറിയാം ക്ലെയിം എന്ന് പറയുന്നത് മെരിറ്റാണ്. ഈ ദിവസങ്ങളിൽ ക്ലെയിം ഉണ്ടായിട്ട് പോലും രക്ഷപ്പെടാൻ ഒരു ഡോക്ടർ സാക്ഷ്യം പറഞ്ഞു. ഡോക്ടർ ദേവിയുടെ സാക്ഷ്യം കിടപ്പുണ്ട് നമ്മുടെ ഈ ദിവസങ്ങളിൽ പറഞ്ഞതാണ്. ഡോക്ടർ ദേവിയുടെ പ്രശ്നമുണ്ട്, അവർക്ക് ക്ലെയിം ഉണ്ട്. അല്ല 23 അവർ ഒരു ഫിസിയോളജി അതായത് ഹ്യൂമൻ ബോഡിയുടെ ഫിസിഷ്യനാണ് അവർ. പക്ഷേ അവർക്ക് അവർ കോളേജിൽ പഠിപ്പിക്കുകയാണ്, ഗസ്റ്റ് ലെക്ചറായിട്ട് പഠിപ്പിക്കുകയാണ്. എത്ര കൊല്ലമായി? 23 കൊല്ലം. 23 കൊല്ലം ഒരു കോളേജിൽ ഒരു ഡോക്ടർ ഗസ്റ്റ് ലെക്ചറായിട്ട് പഠിപ്പിക്കുകയാണ്, ഡോക്ടർ ദേവി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ റിട്ടയർഡ് ആവും. 23 കൊല്ലം പഠിപ്പിക്കാൻ തുടങ്ങിയതാണ്. ഇത് ഇപ്പോഴും പെർമനൻ്റ് ആക്കിയിട്ടില്ല ആ കോളേജിൽ. അപ്പോൾ ആരോ പറഞ്ഞിട്ട് ഉടമ്പടി എടുക്കും. ആരോ പറഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ അവരവിടെ പ്രിൻസിപ്പൾ വിളിക്കും. എന്താ വിളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേറെ കോളേജ് വല്ല നോട്ടം ഉണ്ടോ അതോ ഈ കോളേജിൽ തന്നെ പെർമനൻ്റായിട്ട് തുടരാൻ താല്പര്യമുണ്ടോ ചോദിക്കും. അപ്പോൾ ഡോക്ടർ ദേവി പറയും ഞാൻ പെർമനൻ്റായിട്ട് തുടരാൻ താല്പര്യമുണ്ട്, കോളേജിൻ്റെ കരിക്കുലത്തിൻ്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെന്ന് പറയും. പക്ഷേ എന്നിട്ട് ഉടനെ ഇവരെ പെർമനൻ്റ് ലെക്ചറാക്കി അവർ അപ്പോയിൻറ്റ് ചെയ്യും. 23 വർഷം നടക്കുന്നത്. അതായത് 23 വർഷം ഗസ്റ്റ് ലെക്ചറാണ്, വന്നും പോയി പഠിപ്പിച്ചിരുന്ന ആളാണ്. അപ്പോൾ ഈ ഡെയിലി വേജസ് പോലെ കിട്ടത്തുള്ളൂ ഗസ്റ്റ് ലെക്ചർമാർക്ക്. അപ്പോൾ അതിൻ്റെ ശമ്പളം കിട്ടത്തില്ല. ഉടമ്പടി എടുത്ത ഉടനെ അതല്ല പ്രശ്നം. ഡോക്ടർ ദേവി പറയണത് ഞാൻ ഉടമ്പടി എടുത്ത നിമിഷം തന്നെയാണ് അവിടെ പ്രിൻസിപ്പൽ മാനേജറൊക്കെ എൻ്റെ പഴയ ഹിസ്റ്ററി ചകഞ്ഞത്. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത് മരിയൻ സൈൻ. എല്ലാത്തിനും ഒരു മരിയൻ സ്റ്റിഗ്മാത്ത ഉണ്ടാകും. അതായത് മരിയൻ അടയാളങ്ങൾ കാണും. അത് അമ്മ തന്നെ ചെയ്തു തന്നാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ അമ്മ അനുഗ്രഹിക്കത്തുള്ളത്. അപ്പോൾ അവരോട് പറഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുത്ത ആ മണിക്കൂറും അവർ എൻ്റെ പഴയ ഫയലുകൾ നോക്കി. ഫയൽ നോക്കിയപ്പോൾ ഇവർക്ക് റിമാർക്സ് ഒന്നുമില്ല. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവരെയും മെരിറ്റുള്ള ആളാണ്. പക്ഷേ അവർക്ക് കൂടി താല്പര്യം വരണ്ടേ? അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നവർക്ക് നമ്മുടെ മെരിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലെയിമില്ല. അത് അവർക്ക് കൂടി താല്പര്യം വേണം. ഇപ്പോൾ നമ്മൾ സഹകരണ സംഘത്തിലൊക്കെ പോയി പ്രൈവറ്റ് സംഘങ്ങളിലൊക്കെ ചെന്നുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ചെല്ലുമ്പോൾ അതിൻ്റെ ബോർഡൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകണം. മെരിറ്റ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. അതുപോലൊരു അവസ്ഥയാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. പക്ഷേ ഉടമ്പടി എടുത്തോടുകൂടി അമ്മ പഴയ ഫയലെല്ലാം എടുപ്പിച്ചിട്ട് ഈ ആളെ മാർക്ക് ചെയ്ത് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഇത് വേണമെങ്കിൽ അമ്മ നേരിട്ട് പോയി ഫയൽ എടുത്ത് കളയും. അങ്ങനെയാണ് ഇപ്പോൾ അവർ സാക്ഷ്യം പറയണത്. പെട്ടെന്ന് അവരെ ദിവസങ്ങൾക്കുള്ളിൽ അവരെ പെർമനൻ്റായിട്ട് അവരെ അതിൽ അപ്പോയിൻറ്റ് ചെയ്യും. അവർ പറയും അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യും. അവർ പറയും സാക്ഷ്യം അവർ ഇൻ്റലിജൻ്റ് ലേഡിയാണ്, അവരൊരു ലേണൽ ലേഡിയാണ്. അവരെ ഉടമ്പടിയെ സമീപിക്കുന്ന രീതി കണ്ടില്ലേ? എന്തുകൊണ്ടാണ് ഇത്ര ഇൻ്റലിജൻ്റ്? ഇപ്പോൾ അവരുടെ കയ്യിൽ തന്നെ കയ്യിൽ ഭയങ്കര വർഷങ്ങൾ പഴക്കമുള്ള ഒരു പരുവുണ്ട്. അതിങ്ങനെ പഴുത്തും നീര് വന്നും ഒക്കെ ഇരിക്കുകയാണ്. പഴുത്തും നീര് പലതരത്തിൽ ഓയിൻമെൻറ്റ്സൊക്കെ അവിടെ പേട്ടറുണ്ട്. പക്ഷെ പിന്നെയും പഴുക്കും, പിന്നെയും നീര് വരും, കൈ വണ്ണച്ചിരിക്കും, പിന്നെ കുഴിനകം പോലെ ഇപ്പോൾ അത് അവസാനത്തിന് അവർ ഇതെടുത്തിട്ട് ഉടമ്പടി തൈലമെടുത്ത വിശ്വപ്രമാണം ചൊല്ലി ആ കുഴിനകത്ത് ഡോക്ടറാണെന്ന് വിചാരിക്കണം.
നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ഈ വിമർശനങ്ങൾ ആൾക്കാർ പുറത്ത് ബുദ്ധിബോധം ഇല്ലാത്തവൻ കാര്യമറിയാതെ അനുഭവജ്ഞാനമില്ലാതെ എന്തൊക്കെ വിളിച്ച് പറയുമ്പോൾ അതിൻ്റെ ഇരട്ടി അടയാളങ്ങൾ വിദ്യാഭ്യാസമുള്ളവരെ കൊണ്ട് അമ്മ ഇവിടെ ചെയ്യിച്ച് മാറ്റുന്നുണ്ട്. അത് തന്നെ ഓർക്കണം. ഇത് സംഗതി ഇവിടെ ചെന്ന് ഈ അടുത്ത കാലത്ത് ഇതുകൊണ്ട് അവസാനിക്കത്തില്ല. ഇത് അമ്മയും കൂടെ മുന്നോട്ട് കൊണ്ടുപോകുക. അമ്മയുടെ പ്രത്യക്ഷീകരണം സമയക്കടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് ദുരന്തമുണ്ടാകാൻ പോകുന്നത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുത്ത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നവരെ അടയാളങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അതായത് അത് ക്രൈസ്തവരായാലും ശരി, അക്രൈസ്തവരായാലും ശരി, ആരായാലും ശരി, ഡോക്ടറായാലും ശരി, പഠനം ഇല്ലാത്തവരായാലും ശരി, ആർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുവോ അവരെല്ലാം ദൈവത്തിൻ്റെ മഹത്വം കാണും. കൈയിട്ടിച്ച് എന്ത് പ്രോബ്ലം? നമ്മൾ ബൈബിളിലൊരു കഥയില്ലേ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഉടമ്പടിയുടെ നയം, നിലപാട്, സമീപനമാണ്. നിങ്ങൾ ഉടമ്പടിയോട് കാര്യമാത്ര പ്രസിദ്ധമായ ഒരു പ്രഗ്മാറ്റിക് ആയിട്ടുള്ള യൂട്ടിലിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ഇതുകൊണ്ട് എന്തെങ്കിലും നേടണമെന്ന് മാത്രമുള്ള ഉദ്ദേശമാണ്. ആ വിഷയത്തിൽ ദൈവമില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഉടമ്പടി കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഉടമ്പടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കിതിനെ എപ്പോഴും ഫ്ലഷായിട്ട് എവർഗ്രീൻ ഫുൾ ഓഫ് സാപ്പായിട്ട് നിർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിത്യതയെക്കുറിച്ചുള്ള കൺസെപ്റ്റ് ഉണ്ടാകണം. നിത്യതയെക്കുറിച്ച്. കാര്യം ഇത് 90 ദിവസം കൊണ്ട് അവസാനിക്കണമല്ല. ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധം, ഞാൻ വിശുദ്ധിയിലും ബൈബിൾ വായനയിലും അതുപോലെ തന്നെ രോഗികളെ കാണുന്നതിലും പരസ്നക ഉപപ്രവർത്തനങ്ങളിലും ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ശൈലിയാക്കി മാറ്റിക്കൊണ്ട് ദൈവമായിട്ടൊരു നിത്യ ഉടമ്പടി ജീവിക്കുമെന്നുള്ളൊരു ബോധം ഉണ്ടാക്കിയെടുത്താൽ ഉടമ്പടി ഇങ്ങനെ പുഷ്കലമായി അങ്ങനെ നിന്നോളും. അതായത് വളരെ എവർഗ്രീനായിട്ട് നിൽക്കും. അപ്പോൾ ഇത് അല്ലെങ്കിൽ ഇത് കുറച്ച് വരണ്ട് പോകാനുള്ള കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കോട്ട് വായും ബൈബിൾ അരമണിക്കൂർ വായിക്കാനുള്ള 10 മിനിറ്റായിട്ട് വായിച്ചു, പിന്നെ 5 മിനിറ്റായിട്ട് വായിച്ചു, പിന്നെ വായിക്കാൻ മറന്നുപോയി. അപ്പോൾ അതൊക്കെ എല്ലാം പറഞ്ഞത് നിങ്ങളുടെ വിഷയത്തിന് മാത്രമേ നിങ്ങൾക്ക് താല്പര്യമുള്ളൂ, ദൈവത്തിന് താല്പര്യമില്ലെന്നാണ് എൻ്റെ അർത്ഥം. ദൈവത്തോട് താല്പര്യമില്ല, നിങ്ങളുടെ വിഷയത്തോട് മാത്രമേ. ഇതൊരു അപകടമാണ്. ഇതിനെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു തെറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരു മനുഷ്യൻ്റെ ദുഃഖവും ദുരിതവും വേദനയും രോഗവും പട്ടിണിയും കഷ്ടപ്പാടും ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളോടും കറക്റ്റായിട്ട് ഈസി ആയിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് സ്വയം പ്രേരിതമായിട്ട് ആക്ടിവിറ്റി ചെയ്യും. അതാണ് നമ്മൾ ഈ വിധവയുടെ മകനെ കാണുമ്പോൾ അവൻ്റെ അമ്മ വിധവയാണ്, ഭർത്താവ് മരിച്ചതെന്ന് കർത്താവിനറിയാം. അവൻ യുവാവാണ്, അവന് ജീവിതം ഉണ്ടെന്നറിയാം. ഇനിയും അതുപോലെ തന്നെ ഇവനക്ക് വേല എടുത്ത് കൊടുക്കാൻ അവൻ മാത്രമേ ഉള്ളെന്നറിയാം. ഇങ്ങനെ കുറേ ഹ്യൂമൻ ഗ്രൗണ്ട് ഓഫ് റീസൺസ് ഉള്ളത് കൊണ്ടാണ് ദൈവം പ്രാർത്ഥിക്കാതെ അവൻ്റെ മേൽ ഇടപെട്ടത്. അത് ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാണ്. പക്ഷേ ഇത്തരം പരിപാലനകൾ നിലനിർത്തിക്കൊണ്ടു പോകാൻ എന്താ മാർഗം? ഇത്തരം പരിപാലനകൾ നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള മാർഗം നമ്മൾക്കും ആ ദൈവത്തോടുള്ള അടുപ്പവും അതുപോലെ തന്നെ ആത്മബന്ധവും ഒരു താൽക്കാലികമായ അവസ്ഥയിൽ നിലനിർത്താതെ ദൈവം ഉള്ളിടത്തോളം കാലം, നമ്മുടെ ആത്മാവ് ഉള്ളിടത്തോളം കാലം ദൈവം നമ്മളെ അഡ്രസ്സ് ചെയ്ത് ജീവിക്കേണ്ട ഒരാളാണെന്ന ബോധ്യത്തിൽ ദൈവസ്നേഹത്തിൽ നിങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിക്കാൻ ഒരു മാനസികാവസ്ഥ രൂപപ്പെടുത്തിയെടുത്താൽ, ഇപ്പോൾ തന്നെ ഞാൻ ചതുർക്കുകയും ഇപ്പോൾ 10 താലന്ത് കൊടുത്ത ആൾക്കാരുണ്ട് ബൈബിളിൽ, 2 താലന്ത് കിട്ടിയ ആൾക്കാരുണ്ട്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ് 25 18 1 താലന്ത് കിട്ടിയ ആൾക്കാരുണ്ട് ഇല്ലേ? എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ കൊടുത്തത്? എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാൻ പറയല്ലേ? ദിസ് മൈ ക്വസ്റ്റ്യൻ, മൈ പ്രൈവറ്റ് ക്വസ്റ്റ്യൻ. ഒരു സ്വകാര്യ ചോദ്യമാണ്. കർത്താവിൻ്റെ കഥയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അനുഭവമാണല്ലോ കഥയായിട്ട് മാറണത്. എന്താ കഥയിൽ പറഞ്ഞിരിക്കണത്? മത്തായി 25 അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ. 25:14 മുതൽ. ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഭൃത്യന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം. ദൈവരാജ്യത്തെ കുറിച്ച് പറയണതാണ്. അവൻ ഓരോരുത്തന്റെയും കഴിവനുസരിച്ച് ഒരുവന് 5 താലന്തും മറ്റൊരുവന് 2ഉം വേറൊരുവന് 1ഉം കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. അപ്പൊ താലന്ത് പറഞ്ഞ സ്വർണ്ണ നാണയമാണ്. ഒരുത്തിന് എന്ത് കൊടുത്ത്? ഒരുത്തിന് 5, വേറൊരുത്തിന് 2, വേറൊരുത്തിന്. എങ്ങനെയാണ്? കഴിവനുസരിച്ചാണ്. സിവിൽ പോയിന്റ് നോക്കിയിട്ട് കൊടുത്തിരിക്കുകയാണ്. ബാങ്കുകാർ പറയണ സിവിൽ പോയിന്റ് ഇല്ലേ, എന്നിട്ട് തിരിച്ചടക്കാനുള്ള കഴിവേ. തിരിച്ചടക്കണത് ഭയങ്കര പ്രശ്നമാണേ. ബാങ്കിൽ മാത്രമല്ല, ദൈവത്തിലും തിരിച്ചടവിന് പ്രശ്നം. സ്പോണ്ടേനിയസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തിരിച്ചടവുണ്ടോ ഇല്ലയെന്ന് നോക്കും ദൈവം. ഓരോരുത്തരുടെയും കഴിവനുസരിച്ചാണ്, റീഫണ്ടിങ് കപ്പാസിറ്റി നോക്കിയിട്ടാണ് ദൈവം അനുഗ്രഹം കൊടുക്കണത്. ഈ ഉടമ്പടി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റീഫണ്ടിങ് കപ്പാസിറ്റി കൂട്ടും. നിങ്ങൾ വെറുതെ പ്രാർത്ഥിച്ച കൊണ്ട് കാര്യമില്ല. വെറുതെ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് എന്തെങ്കിലും വിഷയം ബൈബിൾ എടുത്ത് വായിക്കുന്നതിനേക്കാളും ഇത് ക്ലെയിം ഉള്ളത് എന്താണ്? നമ്മളതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, റീഫണ്ട് ചെയ്യുന്നുണ്ട്, തിരിച്ച് ദൈവം അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഉറപ്പല്ലേ? അനുഗ്രഹം തരിക മാത്രമല്ല, ദൈവം തിരിച്ചെന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്. തന്ന അനുഗ്രഹത്തിൻ്റെ ഇരട്ടി തിരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ്? അതിലാണ് ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് എന്ന് പറയണത്. വചനം എത്രയാണത്? 25:15. ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ഒരാൾക്ക് 5 താലന്ത്, ഒരാൾക്ക് 2 താലന്ത്, ഒരാൾക്ക് 3 താലന്ത്.
ഒരാൾക്ക് 2 താലന്ത്, ഒരാൾക്ക് 1 താലന്ത്. അവസാനം 1 താലന്ത് കിട്ടിയവർ എന്നാ ചെയ്തിരിക്കണത്? മത്തായി 25:18. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ, മത്തായി 25:18, എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാനന്റെ പണം മറച്ചു വെച്ചു. ഈ കക്ഷിക്ക് അറിയാവുന്ന കാര്യം ഇതാണ് ആകപ്പാടെയുള്ളത്. വേറെ ഒരു പരിപാടി അറിയത്തില്ല. എന്നിട്ട് മാറിക്കിടന്ന് മുക്കറ്റം തിന്നിട്ട് ഉറങ്ങും, അത്രേ ഉള്ളൂ. കുഴിച്ചിടുന്ന പാർട്ടിയാണ്. അതായത് ഈ ഉടമ്പടി എടുത്തിട്ട് പിന്നെ കുഴിച്ചിടുന്ന ക്രിസ്ത്യാനികളെ കിട്ടിക്കഴിഞ്ഞാൽ ദൈവം അവനെ പിടിച്ച് കുഴിച്ചിടാൻ സാധ്യതയുണ്ട്. എന്താ പറയുക, ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കിട്ടിയ അനുഗ്രഹത്തെ അത് ഇരട്ടിപ്പിക്കാൻ നോക്കണം. ഇത് അനുഗ്രഹമായാലും സൽപ്രവൃത്തി ആയാലും ദൈവം ഇരട്ടിയാണ് ആഗ്രഹിക്കുന്നത് തിരിച്ച്. അതുകൊണ്ട് ഈശോയുടെ രീതിയെല്ലാം അങ്ങനെയാണ്. 1 മൈൽ പോകാൻ പറഞ്ഞാൽ 2 മൈൽ പോകണമെന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെയാണ്. അത് ഇതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് തരുന്നതിൻ്റെ പകുതിയാണ് ചെയ്യണത്. അത് ആ കുഴിച്ചിടുന്ന പാർട്ടിയെ പോലെ വരും. അതാണ് വരാൻ പറയുന്നത്. പല ആൾക്കാരുടെ ഉടമ്പടി ക്രാക്കാകാത്തതിൻ്റെ കാരണം ഇതുപോലെ കുഴിച്ചിടൽ പാർട്ടികളായതുകൊണ്ടാണ്. ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, കഴിവനുസരിച്ചാണ് കൊടുക്കുന്നത്. അല്ലാതെ ഇതിൻ്റെ അകത്ത് എല്ലാവർക്കും ഒരുപോലെ അല്ല കൊടുക്കണത്. ആർക്കാണ് കൂടുതൽ വിശ്വസിക്കാനോ പ്രാർത്ഥിക്കാനോ അതനുസരിച്ച് ദൈവസ്നേഹത്തോടെ പ്രവർത്തിക്കാനോ കഴിയുന്നവന് ദൈവം ഇരട്ടി കൊടുക്കും. ഭൗതിക ആനുകൂല്യം മാത്രമല്ല, ദൈവത്തിൽ നമുക്ക് ലഭിക്കുന്നത് ദൈവിക കൃപയാണ്. അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. അത് നിത്യമഹത്വത്തിന് ഉതകുന്ന ദൈവത്തിൻ്റെ ശക്തിയാണത്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങൾ, ഒരു കാരണം മാന്യം കൂടാതെ, സൽപ്രവർത്തികളിൽ മാന്യം കൂടാതെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങളോട് സൽപ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കാം. അത് സമ്മർദ്ദമാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുഴിച്ചിടുന്ന പാർട്ടിയാണെന്ന് ദൈവത്തിന് നേരത്തെ അറിയാൻ പറ്റും. ഇതൊന്നും നടക്കത്തില്ല. ഉടമ്പടിത്തിക്കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് നിങ്ങളുടെ പരിപാടിക്ക് പോകുകയുള്ളൂ. ഒരു രോഗിയെ പോലും പോയി കാണത്തില്ല, ഒരു പത്രം പോലും കൊടുക്കത്തില്ല എന്നെല്ലാം ദൈവത്തിന് അറിയാവുന്ന കുഴിച്ചിടുന്ന പാർട്ടിയാണെന്ന് ദൈവത്തിന് നേരത്തെ അറിയാൻ പറ്റും. ആ കുഴിച്ചിടുന്ന പാർട്ടിയോട് ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ചോദിച്ചേ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ. വായിച്ചോളൂ. യജമാനൻ പറഞ്ഞു, ദുഷ്ടനും മടിയനുമായ ഭൃത്യ, ഞാൻ വിതയ്ക്കാത്തിടത്ത് കൊയ്യുന്നവനും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുന്നവനും ആണെന്ന് നീ മനസ്സിലാക്കിയിരുന്നല്ലോ. എൻ്റെ നാണയം നീ പണവ്യാപാരികളുടെ പക്കൽ നിക്ഷേപിക്കേണ്ടതായിരുന്നു. ഞാൻ വന്ന് എൻ്റെ പണം പലിശ സഹിതം വാങ്ങുമായിരുന്നു. ആ താലന്ത് അവനിൽ നിന്നെടുത്ത് 10 താലന്തുള്ളവന് കൊടുക്കുക, ഉള്ളവന് നൽകപ്പെടും. ദുഷ്ടനും മടിയനുമായ ഭൃത്യയിൽ നിന്ന് ഉള്ളത് കൂടി എടുക്കുകയാണ്. ഇതാണ് പ്രശ്നം. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരെ ചൊവ്വേ കാണുന്ന വിഷയങ്ങളാണ്. പല ആൾക്കാർ ഉടമ്പടി എടുത്തിട്ട് പകുതി കിട്ടി കളഞ്ഞവരൊക്കെ ഇത് കേൾക്കുമ്പോൾ തിരിച്ച് ആയിരക്കണക്കിന് ആൾക്കാരാണ് ആദ്യകാലങ്ങളിൽ വന്നിട്ട് ഉടമ്പടി എടുത്തിട്ട് കാര്യം മനസ്സിലാകാതെ കുറച്ച് ചെയ്യാതെ പോണത്. അവർ കാര്യം മനസ്സിലാക്കി ഇപ്പോൾ ആൾക്കാർ ഒത്തിരി പേര് ഉടമ്പടി എടുത്തവർ രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് അവർ വീണ്ടും ഉടമ്പടി കാര്യങ്ങൾ മനസ്സിലാക്കി രണ്ടാമത് പുതുക്കി ഭംഗിയായിട്ട് കൊണ്ടുപോകണത്. വെച്ചാൽ നമ്മൾ കൃത്യം സത്യസന്ധരാണെങ്കിൽ അല്ലെങ്കിൽ ദുഷ്ടനും മടിയനുമായ ഭൃത്യാന്നല്ലേ വിളിക്കണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉടമ്പടിയിലുള്ള സൽപ്രവൃത്തികൾ ദൈവസ്നേഹത്തോടെ തന്നെ ചെയ്യണം. ഇപ്പോൾ തന്നെ എഡ്വിൻ സാറിൻ്റെ സാക്ഷ്യം മിനിരാജൻ എന്താ പറയണത്? സാറിനോട് പറഞ്ഞപ്പോൾ സാറാണ് എന്നെ വന്ന് വിളിച്ചത്. ഞാൻ എങ്ങനെയാണ് സാറേ ആലപ്പുഴ പോകണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ കൊണ്ടുപോകാം, വണ്ടി സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോകണമെന്നില്ല. കണ്ടില്ലേ, അതൊക്കെ പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഇനി അവളോട് ചോദിക്കും ഇനി ഈ സംസാരിക്കാതെ പറഞ്ഞു അപ്പനും അമ്മയും സംസാരിക്കാത്ത ആളാണെങ്കിൽ മക്കളെ ഇനി ഊമ്പരായി കഴിഞ്ഞാൽ ജനിച്ചാൽ എന്ത് ചെയ്യും സാറേ? അത് കുഴപ്പമില്ലേ, ഞാൻ ഉടമ്പടി പുതുക്കുമ്പോൾ നിൻ്റെ മകൻ്റെ കാര്യം കൂടി വെച്ചേക്കാം. അപ്പോൾ ഇതാണ് മെൻഡർ എന്ന് പറയുന്നത്. ഇതുപോലെ കൊടുത്തവൻ അത് ഇരട്ടിയാക്കുന്നുണ്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ. ചില ആൾക്കാർ കാര്യങ്ങൾ അറിയാൻ പാടില്ലാതെ എനിക്ക് ചില സമയത്ത് ഇവിടെ വന്ന് ചോദിക്കണം കേൾക്കാം, ഈ ഉടമ്പടി തൈലം എന്താണ് ചെയ്യേണ്ടത്? കൊള്ളാം. ഇപ്പോൾ ക്ലാസ്സിൽ ഉറങ്ങിയിരുന്നു അവിടെ മുകളിൽ പോയിരുന്ന് ഉറങ്ങിയിട്ട് ഇത് എന്ത് ചെയ്യണമെന്ന് ആകാശപ്പം അറിയാതെ തിരിയും പിടിച്ചുകൊണ്ട് തീപ്പിശാച്ചപ്പോൾ അങ്ങടിക്കണം നടക്കണം കാണാൻ ചില ആൾക്കാർ. അപ്പോൾ ഇങ്ങനെയുള്ള അലപരാധികളെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് പോലെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അച്ഛൻ ശാസിക്കുന്നത്, അല്ല നിങ്ങളെ വഴക്കിടുകയല്ല. നിങ്ങളെ ശാസിക്കുന്നതിൻ്റെ കാര്യം കറക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയം നടക്കും, ദൈവത്തിനെയും കിട്ടും. അതാണ് ഉടമ്പടി എടുത്താൽ 2 കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയം നടക്കും, പിന്നെ എന്താണ്
ദൈവത്തിനെയും കിട്ടും. പിന്നെ ദൈവത്തിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ആത്മധൈര്യം ഉണ്ടാകും.